അൽസലാം. മോഹൻലാൽ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ തുടരും ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം രാവിലെ 10 മണിക്ക് തുടങ്ങുകയാണ്. ഇവിടെ ഏത് പ്രേക്ഷകനും കാത്തിരിക്കുകയാണ് മോഹൻലാലിൽ നിന്ന് ഇമ്മാതിരി ഒരു ഫാമിലി എൻ്റർടൈനറിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ലോ ഹൈപ്പിൽ വന്ന ഈ ഒരു ചിത്രത്തിന് മലയാളികൾ നൽകുന്ന വാല്യൂവും അതുപോലെ തന്നെയാണ്. നമുക്ക് പ്രീസെയിലും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ അതിനുള്ള ഉത്തരം ലഭിക്കുകയാണ്. സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂറും 46 മിനിറ്റും 19 സെക്കൻഡുമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സിനിമ 4K മലയാളം മൂവിയാണ്. ആദ്യ പകുതി അവസാനിക്കുന്നത് 1 മണിക്കൂറും 18 മിനിറ്റും 5 സെക്കൻഡും ഉള്ളപ്പോഴാണ് സെക്കൻഡ് പാർട്ട് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 1 മണിക്കൂറും 28 മിനിറ്റും 14 സെക്കൻഡുകളിലുമാണ്. ഇതുവരെ മലയാളികൾ കാത്തിരുന്നത് മോഹൻലാലിൽ നിന്ന് ഇമ്മാതിരി ഒരു ചിത്രത്തിന് വേണ്ടി തന്നെയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിനായി ഏറെ നാളുകളായി മലയാളികൾ കാത്തിരിക്കുകയാണ്. പല കാരണങ്ങളാൽ നീട്ടിവെച്ച ഈ ഒരു സിനിമ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായ എമ്പുരാന് പിന്നാലെ വരുമ്പോൾ അതിൻ്റെ യാതൊരു രീതിയിലും സ്പർശിക്കാത്ത ലെവലിൽ തന്നെയാണ് സിനിമയെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന ഈ ഒരു സിനിമയ്ക്ക് എമ്പുരാൻ പോലെയല്ല ജനങ്ങൾ കാണുന്നത്. ഇത് മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ചിത്രമായി ഫാൻസുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാളികൾ പറയുന്നു, ഇത് ഞങ്ങളുടെ മോഹൻലാലാണ്, നിങ്ങൾ ഫാൻസുകാർ മാറി നിൽക്കുക എന്നുള്ള ലെവലിൽ. ഈ ഒരു സിനിമയുടെ ആദ്യ പ്രദർശനം തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാളത്തിലെ അടുത്ത 100 കോടി ക്ലബിലേക്കുള്ള ചിത്രം ഉറപ്പിച്ചു എന്നുള്ളത്. കാരണം മലയാളികൾ കാത്തിരിക്കുന്ന ആ ഒരു കോംബോ ഇതായിരുന്നു. മോഹൻലാലും ശോഭനയും ചേർന്നുള്ള ഈ ഒരു കോംബോയിൽ വരുന്ന ചിത്രത്തിനായി മലയാളികൾ എന്നും കാത്തിരിപ്പ് തന്നെയായിരുന്നു. ഇതിനു മുമ്പ് ഈ ജോഡിയിൽ ഇറങ്ങിയ എല്ലാ സിനിമകളും നൊസ്റ്റാൾജിയ ഫീലിൽ തന്നെയാണ് മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും 2 മണിക്കൂറും 46 മിനിറ്റും ദൈർഘ്യമുള്ള ഈ ഒരു ചിത്രം ഒരു വമ്പൻ ഹിറ്റിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. ഇതുവരെ ലഭ്യമായ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ പ്രീസെയിലൂടെ 3.5 കോടിക്ക് മുകളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അണിയറയിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത് ഒരു ഒന്നൊന്നര ചിത്രമാണ് എന്നുള്ളതാണ്. സ്ലോ പേസിൽ തുടങ്ങുന്ന തരുൺ മൂർത്തി ചിത്രത്തിന് സമാനമായ രീതിയിൽ പോവുകയും എല്ലാ മേഖലയിലും മോഹൻലാലിനെ ഏത് രീതിയിലാണോ ഒരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്താണേലും ആ ഒരു മികവ് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തുടരും ആദ്യ മണിക്കൂറിൽ കാണുന്ന ആളുകൾ തീർച്ചയായും കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എന്താണേലും ആദ്യ പ്രതികരണം അതിഗംഭീരം എന്നുള്ളത് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് അണിയറയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് എങ്കിലും നിങ്ങളിൽ നിന്ന് തന്നെയാണ് ആദ്യ അപ്ഡേറ്റുകൾ വരേണ്ടത്. എന്താണേലും ഓരോ മലയാളിയുടെയും ഹൃദയത്തുടിപ്പ് തന്നെയാണ് ഈ ഒരു തുടരും. അപ്പോൾ കാത്തിരിക്കാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആദ്യ മണിക്കൂറുകളിലെ നമുക്ക് കാര്യങ്ങൾ പറയാം. ആദ്യ പ്രതികരണം വരാൻ പോകുന്നത് ഏകദേശം 1 മണിയോടുകൂടിയാണ്. അതായത് 12:50 ശേഷമായിരിക്കും ഈ ഒരു സിനിമയുടെ ആദ്യ പ്രതികരണം വരാൻ പോകുന്നത്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ഫാൻ ഷോ പോലും ഇല്ലാതെ തന്നെയാണ്, അല്ലെങ്കിൽ ഫാൻ ഷോ നേരത്തെ ചാർട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ നിർത്തി രാവിലെ 10 മണിക്ക് മാത്രമാണ് സിനിമ തുടങ്ങുന്നത് എന്നുള്ളതും വേറെ വ്യത്യസ്തത പുലർത്തുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തണം. ലാൽസലാം.